ഇനിയിപ്പോൾ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ്. 4-ാം തീയതിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരിക. 5 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ 5-ലധികം സർവേ ഫലങ്ങൾ പുറത്തു വരും. അതിനുമേറെ പ്രാധാന്യമുണ്ട്. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലമാണ് ന്യൂസ് 8-ൽ കൂടി പുറത്തു വരിക. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, നമുക്കറിയാം പ്രീ പോൾ സർവേകൾ അതിൽ 2 മുന്നണികൾക്കും കേരളത്തിൽ ഒരുപോലെ ഭൂരിപക്ഷം പ്രവചിച്ച സർവേകൾ ഉണ്ടായിരുന്നു. അതും നേരിയ ഭൂരിപക്ഷമാണ്. ആർക്കും ഒരു സമ്പൂർണ്ണ മേധാവിത്വം പറയുന്ന സർവേകളൊന്നും കാര്യമായി കണ്ടില്ല. ഈ പ്രീ പോൾ സർവേകൾക്ക് ശേഷം ഇപ്പോൾ പോസ്റ്റ് പോൾ സർവേകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കേരളത്തിലെയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബംഗാളിലേത് കഴിയാനായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? 3 മുന്നണികളുടെയും ഒരു കണക്കുകൂട്ടൽ ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു പൂർണ്ണമായ ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തിക്കാണുമല്ലോ. എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? രഞ്ജിത്ത്, വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം 20 ദിവസത്തെ കാത്തിരിപ്പ്, അതിനൊടുവിലാണ് ഇന്ന് എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നത്. ഇനി 5 ദിവസം കൂടി കാത്തിരുന്നാൽ യഥാർത്ഥ ജനവിധിയും അറിയാം. എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുവെങ്കിലും ആരും പൂർണ്ണമായും അത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. ആർക്ക് അനുകൂലമായി വന്നാലും എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണയൊക്കെ പല എക്സിറ്റ് പോളുകളും യഥാർത്ഥ ഫലത്തിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പരസ്യമായി പറയാൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തയ്യാറാകില്ല. ഇന്നലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞത് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല. കാരണം എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണ ശരിയായിരുന്നുവെങ്കിൽ താനൊരു MLA പോലും ആകുമായിരുന്നില്ല എന്ന ചില എക്സിറ്റ് പോളുകളെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. മറ്റ് നേതാക്കളും, അത് ഇടത് വലത് BJP മുന്നണികളിലെ നേതാക്കളും സമാനമായ നിലപാട് തന്നെ ആകും സ്വീകരിക്കുക. എക്സിറ്റ് പോളുകളിലെ യഥാർത്ഥ ഫലം വരട്ടെ. എങ്കിലും ഈ എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എക്സിറ്റ് പോളുകൾ ഇടതുപക്ഷത്തിന് എതിരായി വരുമെന്ന ചില പ്രചരണങ്ങൾ ഇതിനകം തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് എക്സിറ്റ് പോളുകൾ എതിരായി വരും, എന്നാൽ യഥാർത്ഥ ഫലം അനുകൂലമാകും. ഇത് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 75 സീറ്റ് എന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് എത്തും. 71 ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം. പക്ഷേ അത് 75 എങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഏറ്റവും അധികം വച്ചു പുലർത്തുന്നത് വിജയം ഉറപ്പ് ആണ് എന്ന് ഏറ്റവും അധികം വിശ്വസിക്കുന്നത് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനോളം ആത്മവിശ്വാസമുള്ള മറ്റൊരു നേതാവും സംസ്ഥാനത്ത് ഇടതു മുന്നണിയിൽ ഈ വിജയവുമായി ബന്ധപ്പെട്ടില്ല. പിണറായി വിജയന്റെ പ്രതീക്ഷകൾ വളരെ ഉയരെയാണ്. അദ്ദേഹം വിജയം ഉറപ്പിക്കുന്നു. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന മറ്റ് മന്ത്രിമാരും CP നേതാക്കളൊന്നും അത്രയധികം ഉറപ്പ് പറയുന്നില്ല. 75 വരെയുള്ള സീറ്റുകൾ ലഭിച്ചേക്കാം, ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാമെന്ന് പറയുമ്പോഴും എവിടെ നിന്ന് 75 എത്തുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിൽ സീറ്റ് കുറയാനുള്ള സാധ്യത തന്നെ CPM കാണുന്നു. തിരുവനന്തപുരത്തും 13 സീറ്റ്, തിരുവനന്തപുരത്തും സീറ്റുകൾ കുറയാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ 5-6 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന് പറയുന്നു. തൃശ്ശൂരിൽ നഷ്ടമുണ്ടാകാം, പത്തനംതിട്ടയിൽ സീറ്റ് കുറഞ്ഞേക്കാം, ഇടുക്കിയിൽ സീറ്റ് കുറഞ്ഞേക്കാം, കോട്ടയത്ത് എത്രത്തോളം സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കൊല്ലത്ത് CPM-ന്റെ എക്കാലത്തെ ശക്തി കേന്ദ്രമാണ് കൊല്ലം. അവിടെയും ഇത്തവണ സീറ്റ് താഴേക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ 75 അല്ലെങ്കിൽ 71 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്തുമെന്ന കാര്യം നേതാക്കൾക്ക് സംശയമുണ്ട്. പക്ഷേ അടിയുറച്ച വിശ്വാസം, ആത്മവിശ്വാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പുലർത്തുന്ന അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അത് തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനവും. മറിച്ച് കോൺഗ്രസ് ആകട്ടെ 100 സീറ്റ് എന്ന വലിയ ശുഭപ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് അത്രയധികം പ്രതീക്ഷ ഇല്ല എന്ന് വേണം പറയാൻ. എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 80 സീറ്റ് എന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു തരംഗത്തിലേക്ക് പോയാൽ, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് പോയാൽ മലപ്പുറവും എറണാകുളവും വയനാടും പത്തനംതിട്ടയുമൊക്കെ കോട്ടയവുമൊക്കെ തങ്ങൾക്കൊപ്പം വരും. അങ്ങനെ വന്നാൽ 90-ന് മുകളിലേക്ക് 100-നടുത്ത സീറ്റുകളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പങ്കുവയ്ക്കുന്നു. എങ്കിലും ആദ്യഘട്ടത്തിലുള്ള അമിത ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസിനുമില്ല. BJP ആകട്ടെ 10 വരെ സീറ്റുകളിൽ ഒരു ഘട്ടത്തിൽ വിജയപ്രതീക്ഷ പറഞ്ഞു. പിന്നീട് നിയമവും കണക്കൂട്ടവും ഉറച്ച് വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്നു. ചാത്തന്നൂരിൽ വലിയ പ്രതീക്ഷയുണ്ട്. പാലക്കാട് കടുത്ത പോരാട്ടമുണ്ടെന്ന് എല്ലാ പാർട്ടികളും സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഇടതുമുന്നണി കൂടി ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചാൽ, ത്രികോണ പോരാട്ടം അക്ഷരാർത്ഥം നടന്നാൽ അവിടെ ഒരു വിജയസാധ്യത ഇപ്പോഴും BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശോഭാ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസ് ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒരു തരത്തിലും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു 4 ദിവസത്തെ ആത്മവിശ്വാസമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളഞ്ഞാലും 4 ദിവസത്തിനകം റിസൾട്ട് വരും. നമുക്ക് ആ മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് പോയി അരുണിലേക്ക് മടങ്ങി വരാം. എക്സിറ്റ് പോളുകൾ സ്വാഭാവികമായും
എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. 2021 ചില എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. 2021 ചില എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ 5 കൊല്ലം ഞാൻ മന്ത്രി പോയിട്ട് MLA പോലും ആകില്ലായിരുന്നു. ബേപ്പൂരിൽ UDF വിജയിക്കുമെന്നായിരുന്നു അന്ന് എക്സിറ്റ് പോൾ ഫലം. അവരുടെ നമുക്കറിയാം എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ UDF അനുകൂലമായിരിക്കാം എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് മുഹമ്മദ് റിയാസ് നേരത്തെ കാലേ കൂട്ടി ഉറപ്പിക്കുകയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ പശ്ചാത്തലം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാളുകളിൽ കണ്ടു. ഒപ്പം മുഖ്യമന്ത്രി 5-ാം തീയതി തന്നെ പന്തലിടാൻ ഓർഡർ നൽകി സത്യപ്രതിജ്ഞയ്ക്കായി എന്ന വാർത്തയും നമ്മൾ കണ്ടു. ഇതിൻ്റെയൊക്കെ പുറകിൽ ചില പ്രൊപ്പഗണ്ടകളൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും ഇരുമുന്നണികളും ആത്മവിശ്വാസം ഒട്ടും കൈവിടാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും അധികാരത്തിലെത്താമെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു. 80-നടുത്ത് സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് UDF വിശ്വസിക്കുന്നു. 3 സീറ്റുകൾക്ക് മുകളിൽ പോകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും ഈ 4-ാം തീയതി വരെ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും കൃത്യമായ കണക്കോ അല്ലെങ്കിൽ കൃത്യമായ ഉറപ്പോ ഒരു മുന്നണിക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഇടതുമുന്നണിയുടെ കണക്കുകളൊന്നും ഈ 75-ന് മുകളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഘടകകക്ഷികളൊക്കെ വലിയ തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ 75-ലേക്ക് എത്തുമെന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങളിൽ പ്രധാനമായും ഉള്ളത്. 30 സീറ്റ് വരെ നഷ്ടപ്പെട്ടാലും 69 സീറ്റ്, പിന്നെ അവിടെ നിന്ന് 2 സീറ്റുകൂടെ കിട്ടിയ അധികാരം എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ചില കണക്കുകളും ചില റിപ്പോർട്ടുകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഒക്കെ അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ കൃത്യത സംശയത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മുഖ്യമന്ത്രി 5-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് പന്തലൊരുക്കാൻ നിർദ്ദേശിക്കുന്ന വാർത്ത ഒരു കാരണവശാലും CPM കേന്ദ്രങ്ങളോ മുഖ്യമന്ത്രി ഓഫീസോ സ്ഥിരീകരിക്കുന്നില്ല. അത് തീർത്തും തെറ്റായ വാർത്ത എന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ മുഖ്യമന്ത്രി എന്ന ഒറ്റ നേതാവിന്റെ ആത്മവിശ്വാസത്തിലൂന്നിയാണ് ഇപ്പോൾ ഇടതുമുന്നണി അങ്ങനെ ഒരു വിജയപ്രതീക്ഷ പുലർത്തുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൃത്യമായ തെളിവുകളോ വിവരങ്ങളോ ഉള്ളതുകൊണ്ട് മാത്രമാകില്ലേ അങ്ങനെ ഒരു കണക്ക് പറയുന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. പക്ഷേ ജില്ലകളുടെ കണക്ക് നോക്കുമ്പോൾ, ജില്ലകളുടെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ അവിടെ ആശങ്ക കൂടിയുണ്ട്. കോൺഗ്രസ് ക്യാമ്പും അതുതന്നെയാണ്. 100 സീറ്റിന് പുറത്തേക്ക് പോകുമെന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത അടക്കമുള്ളത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കംഫർട്ടബിൾ മജോറിറ്റി നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വിജയം ഉറപ്പ് UDF ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികളും തർക്കങ്ങളും നടക്കുന്നത്. എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള 3 നേതാക്കളുടെ കടുത്ത പോരാട്ടം, ഒരു കസേരയ്ക്ക് വേണ്ട പിടിവലി തന്നെ ഇപ്പോൾ ഇതിനകം തന്നെ നടക്കുന്നത്. വിജയം ഉറപ്പിച്ചു തന്നെയാണ്. ലീഗിന്റെ ഭാഗത്ത് സമ്മർദ്ദം നീക്കുന്നതിനകം ആരംഭിച്ചിട്ടുണ്ട്. അവരും വിജയം ഉറപ്പിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അത് LDF-ന് എതിരായി മാറുമെന്ന് UDF ഉറപ്പിക്കുന്നു. എന്നാൽ അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കില്ല. ഈ ന്യൂനപക്ഷങ്ങളുടെ പരമ്പരാഗത കിട്ടിക്കൊണ്ട് വലിയൊരു വിഭാഗം വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുമുണ്ട്. BJP-ക്കും ഈ പൂർണ്ണമായും ഒരു ചിത്രം അവർക്കും വ്യക്തമല്ല. തിരുവനന്തപുരത്ത് കഴക്കൂട്ടോ നിയമവും ഒക്കെ വിജയിക്കാമെന്ന ശുഭപ്രതീക്ഷ ഉള്ളപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന അടിയൊഴുക്കുണ്ടായിട്ടുണ്ടോ എന്ന വലിയ ആശങ്ക BJP-ക്കും ഉണ്ട്. അങ്ങനെ 3 മുന്നണികളും ഈ പുറത്തു പറയുന്ന ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അക്ഷരാർത്ഥം കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ വലിയ വികാരമുണ്ട്. ഭരണത്തിലെത്തുമെന്ന് UDF ഉറപ്പിച്ചിരുന്നു. അവർ മന്ത്രിസഭാ രൂപീകരണ വകുപ്പ് വിഭജന ചർച്ചകൾ വരെ നേതാക്കൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കപ്പെട്ട രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഉപദേശകരെ പോലും നിയമിച്ചു എന്നതിൽ പിന്നാമ്പറ കഥകളുമൊക്കെ ഉണ്ട് അന്ന്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയും CPM-ന്റെ ഒരു വിഭാഗം നേതാക്കളുമൊക്കെ തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവരും ഇത്ര ഒരു വിജയം അന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളം സംഭവിച്ചത്. അതുതന്നെ ഇപ്പോഴും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ CPM-ന് ഉണ്ട്. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണത്തെ സാഹചര്യം തീർത്തും വിഭിന്നമാണ്, വിരുദ്ധമാണ്. ഇത്തവണ എന്തായാലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു വിജയത്തിലേക്ക് പോകുന്ന പ്രതീക്ഷ UDF ക്യാമ്പും പങ്കുവയ്ക്കുന്നു. BJP-ക്ക് ഒരു സീറ്റ് ജയിച്ചാൽ പോരാ, അവർക്ക് ഏതാനും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാൽ പോരാ. ഒരു നിർണായക ശക്തിയായി BJP കണക്ക് കൂട്ടുന്നത് 2 മുന്നണികളും ബലാബലം വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അവിടെ 3, 4, 5 സീറ്റ് പിടിച്ചാൽ BJP നിർണായകമായ ശക്തിയായി മാറുന്നത് എത്രത്തോളം സാധ്യമാണ് ആ ഒരു BJP-യുടെ സീറ്റ് പിടിച്ചാൽ പോലുമുള്ള അവരുടെ വിലപേശൽ ശേഷി എന്നുള്ളതൊക്കെ സംശയമാണെങ്കിൽ പോലും BJP വലിയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷകൾക്ക് അപ്പുറം ആശങ്കയിലാണ്. ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്ന എക്സിറ്റ് പോളുകൾ 3 മുന്നണികളുടെയും നെഞ്ചിടിപ്പ് പങ്കുവച്ചത്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ 3 മുന്നണികളും
നിലനിൽക്കുന്നു. SIR നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ചില മണ്ഡലങ്ങളിലൊക്കെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു, ചില മണ്ഡലങ്ങളിൽ കൂടി. അത്യാവശ്യം സംസ്ഥാനത്ത് നല്ല പോളിംഗ് രേഖപ്പെടുത്തി. 5 ജില്ലകളിലെങ്കിലും സമ്പൂർണ്ണ ആധിപത്യം നേടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി UDF ഇന്നലെ ഒരു വിലയിരുത്തൽ നടത്തിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി.